ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര അമ്പൂരി കുമ്പിച്ചൽ കടവാണ്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നേടാൻ പറ്റി. ഈ കാണുന്നതാണ് ഡാം. അപ്പോൾ ഡാമിൻ്റെ നല്ലൊരു വീഡിയോ നമ്മൾ പതിയെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡാമിലോട്ട് പിന്നെ അമ്പൂരിയിലോട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ റൂട്ട് ഭയങ്കര ഭംഗിയാണ്. കാരണം നമ്മൾ ഡാമിൻ്റെ ഫുൾ കാച്ച്മെൻറ്റ് ഏരിയ കയറി കിടക്കുന്ന പ്ലേസാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇപ്പോൾ നല്ല മഞ്ഞുള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ മലനിരകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഒത്തിരി കൂടെ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളിയാണ്. ഇത്തുമ്പേനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇത്തുമ്പയുടെ ഒന്ന് രണ്ട് അടിപൊളി പിക്കൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ നിന്ന് കുമ്പിച്ചൽ കടവിലത്തേക്ക് ഒറ്റപ്പാക്കാണ്. ഇതാ നമ്മൾ പാലം എത്തി. നമ്മൾ എവിടെ പോയാലും നമ്മളെ പിറകെത്തെത്തുന്ന ഒരാളാണ് ഇത്തുവും തത്തുവും. തത്തു വീട്ടിലില്ലായിരുന്നുകൊണ്ട് അവൻ വന്നില്ല. പക്ഷേ ഇത്തു എവിടെ പോയാലും നമ്മളെ പിറകെ കയറി എത്തിക്കോളും. സത്യം പറഞ്ഞാൽ നല്ല മൈൻഡൊക്കെ നല്ല റിലാക്സ് ആക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. എല്ലാവരും വരണം. നമ്മുടെ അമ്പൂരിയിൽ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല അടിപൊളി പ്ലേസാണ്. അതായത് കുന്നും മലകളും പിന്നെ നമ്മൾ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയും ഒക്കെയാണ് മെയിനായിട്ടുള്ളത് കാണാൻ. പിന്നെ നമ്മുടെ എത്തുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഓടിക്കളി തുടങ്ങി. പിന്നെ അവളുടെ ഒരു 1-2 ഓടിക്കളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഏകദേശം ഒരു 200 മീറ്റർ നീളമെങ്കിലും ഉണ്ട് പാലത്തിന്. സംഗതി അടിപൊളിയാണ്. മാക്സിമം നിങ്ങൾക്ക് മൈൻഡൊക്കെ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇനിയേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുള്ളൂ. പിന്നെ നല്ല അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ വെയിലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണ്. നല്ല മൈൻഡൊക്കെ നല്ല റിലാക്സേഷനായിട്ട് നമുക്ക് ഒത്തിരി നേരം ഇരിക്കാം. അപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ ഇതാ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.